ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു സിനിമയാണ്, അതും ദിലീഷ് പോത്തിൻ്റെ. ആ ദിലീഷ് പോത്തിൻ്റെ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ വരിക എന്ന് പറയുന്നത് അത് വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ്. ഒരുപക്ഷെ മലയാളക്കര ഏറെ ആഗ്രഹിച്ച മറ്റൊരു അപ്ഡേറ്റാണ്. കാരണം ദിലീഷ് പോത്തിൻ്റെ ഒപ്പം മമ്മൂട്ടിയും കൂടി ആഗ്രഹിച്ചിരുന്നു. ആ കഥ റെഡി ആയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്തായാലും മോഹൻലാലിൻ്റെ കൂടെയുള്ള സിനിമ എന്തായാലും ഉറച്ചു. നെടുങ്കണ്ടം മിറാക്കിൾസ്. ആ കൊള്ളാം, പേരനൊരു കിടുക്കാച്ചിയാണ് അല്ലേ. എന്തായാലും ദിലീഷ് പോത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സിനിമ വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എടുത്ത സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് ബെസ്റ്റാണ്. ഏതെങ്കിലും ഒന്ന് തെറ്റിട്ട് വരെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതും വിവിധ തരത്തിൽ ജോണറിൽ എടുത്തിരിക്കുന്നത്. അതാണ് ആ ഒരു സിനിമയുടെയും ആ സിനിമയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാ ഈ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ഒരാൾ പോലും വാവ് എന്ന് പറയാതിരുന്നിട്ടില്ല. അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകത. എന്തായാലും ദിലീഷ് പോത്ത് എന്ന് പറഞ്ഞാൽ ദിലീഷ് പോത്തും ബ്രില്യൻസ്, ദിലീഷ് പോത്തിനേക്കാളും ദിലീഷ് പോത്തും ബ്രില്യൻസാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ചകളാകുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എപ്പോഴും ആ ഒരു ക്രിയേറ്റീവ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഏറ്റവും നമ്മുടെ ക്ലോസ് ആയി കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് അത് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും തന്നെയായിരിക്കും നമ്മൾ ഒരുപാട് കണക്റ്റായി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരമായാലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തൊണ്ടി മുതലായാലും ജോജി, ഇതൊക്കെ തന്നെ ഒരു അട്ടാറ് സാധനമാണ്. കാരണം ജോജിയൊക്കെ പറയുമ്പോൾ ഒരുപാട് കഥകളിൽ വന്ന സംഭവമാണ് ആ ഒരു സീക്വൻസ് പറയുന്നത്. ഒരുപാടത്തെ മാക്ല ബെർത്തോ അങ്ങനെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ട്, ഒരു മാക്ലക്ക് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു സിനിമയൊക്കെയാണ്. പക്ഷെ അതൊക്കെ തന്നെ ഈ ഷേക്സ്പിയറിൻ്റെ കഥ ആസ്പദമാക്കി തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഥ ആസ്പദമാക്കി വരുന്നു, അതും വേറെ രീതിയിലേക്ക് അത് കൊണ്ടെത്തിക്കുക. അതും ആ ഒരു ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ വ്യക്തിനെ ശരിക്കും മിസ്യൂസ് ചെയ്തില്ലേ, ആ സിനിമയിൽ ശരിക്കും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അഭിനയിപ്പിച്ച് കൊന്നൊന്നുമല്ല, ആ ലെവലിലേക്ക് എത്തിച്ചു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു. അത് OTT വന്നപ്പോൾ എന്താ ഈ ലോകം മുഴുവനുള്ള ആളുകളും സിനിമ പറയുമ്പോഴും ഫഹദ് എന്ന ആ വ്യക്തിയുടെ ആ ഒരു വേറൊരു തരത്തിലെ അഭിനയം, അതുപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ ഒരു കിടുക്കാച്ചി ഐറ്റംസ്, ബാബുരാജു, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ചങ്ങായി മകനായിട്ട് അഭിനയിച്ചു, അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നെടുങ്കണ്ടം മിറാക്കിൾ എന്ന് പറയുമ്പോൾ മോഹൻലാലിലൂടെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ളൊരു എന്തെങ്കിലും അടിപ്പഴമാണോ ഇടിപ്പഴമാണോ എന്ന് നമുക്കറിയത്തില്ല. മിശ വിരിക്കോ മുണ്ട് വിരിക്കോ ചെരുപ്പ് ഊരുവോ അടിയോ അതൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ദിലീഷ് പോത്തൻ നമുക്ക് വേണ്ടി കാത്തിരിച്ച് ഇല്ലേ, നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആകാംക്ഷയുണ്ട്. കാരണം ഇതിൻ്റെ ഇനി ഓരോ അപ്ഡേറ്റും വരാൻ വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഏറെ ആഗ്രഹിച്ച സിനിമയാണ്. ഒരുപക്ഷെ ഈ മോഹൻലാലുമായിട്ടുള്ളൊരു സിനിമ ദിലീഷ് പോത്തൻ വരുന്നിട്ട് കുറേ ആയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക ഈ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ വിരാമം ഇട്ടുകൊണ്ട് തന്നെയാണ് സിനിമ വരുന്നത്. എന്തായാലും ഇതിൽ മ്യൂസിക്കും നല്ല അടിപൊളി കിടക്കാഴ്ച തന്നെയായിരിക്കും. കാരണം എന്തായാലും ഇതിലൊരു ക്രൂ തന്നെ ഒരു അടാറ് ക്രൂ തന്നെയാണ്. അപ്പോൾ എന്തായാലും പാട്ടുകൊണ്ട് കയറി കൊളുത്തു എന്നുള്ള കാര്യത്തിലും നിങ്ങൾ പോലെ തന്നെ എനിക്കും യാതൊരു സംശയമില്ല. കാരണം മോഹൻലാലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 2 പേരിലെ ഒരാളാണ് നമ്മുടെ മോഹൻലാൽ. ഒരു നാണയത്തിൻ്റെ ഇരു ഫേസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ, അപ്പോൾ അയാൾ വെച്ച് എങ്ങനെയായിരിക്കും ചെയ്യുക. കാരണം ക്ലാസ് ആണെങ്കിൽ അത് നല്ല സെറ്റപ്പ് ക്ലാസ് ആയിരിക്കണം. പിന്നെ കോമഡി ആണെങ്കിൽ സെറ്റപ്പായി വരും. കാരണം ആ ഒരു കഥയും കഥാപറച്ചിൽ രീതിയും കൊണ്ടുപോകുന്നത് ചില നമ്മുടെ ദിലീഷ് പോത്തനായ ആയതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്കൊരു ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഒന്നാമത്. അതുപോലെ തന്നെ ആ കഥാപാത്രങ്ങൾ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിരിക്കില്ല, ഭയങ്കര നാച്ചുറലായിരിക്കും. അത് വേറൊരു ഫാക്റ്റാണ്. അപ്പോൾ നാച്ചുറൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ പിന്നെ പടം നമ്മുടെ കൈക്ക് നിങ്ങൾക്ക് വരും. അതാണ് സത്യത്തിന് ഇദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സാധാരണക്കാരിലേക്ക് ഏത് രീതിയിൽ എത്തിക്കാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ട് എത്തിക്കും. ഒരു പക്ഷേ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് പറയുന്നത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ ലൂണാർച്ചെരുപ്പം കാണിച്ച് കുളിച്ച് ആ ഇന്നരം കഴുകി ആ ഒരു കഴുകുന്ന രീതി, ലൂണാർച്ചെരുപ്പം കഴുകുന്ന രീതി, അത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൻപുറത്ത് എല്ലാവരും കുളിക്കാൻ പോയി ചെയ്യുന്ന പരിപാടിയാണ്. ആദ്യം വന്ന് ഷട്ടി കഴുകിയിടും, അതിനുശേഷം ആ ഒരു ചെരുപ്പ് കഴുകും. ഇതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ കാലഘട്ടം കണ്ടിട്ടുണ്ട് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ നാട്ടിൻപുറത്താണെങ്കിൽ തന്നെയും ഇപ്പോൾ പഴയ കുറേ കാലമായി ഒരു 10-20 വർഷമൊക്കെ മുമ്പായി നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഇപ്പോൾ മെസ്സ് മണിക്ക് പോകുന്ന കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ട് നേരത്തെ കുളിക്കാൻ വരുന്നു, 8 മണിക്ക് പണിക്ക് വന്ന ടീമുകളാണ്. അപ്പോൾ അവർക്ക് തന്നെ മുമ്പായിട്ട് കുളിച്ച് പോകുമ്പോഴേക്കും ഞങ്ങളും സ്കൂളിൽ പോകണമല്ലോ. ആ സമയത്ത് വരുമ്പോൾ ഇവർ നല്ലപോലെ ഇരുന്ന് എന്താ പറയുക ഈ ലൂണാഴ്ചയെല്ലാം കഴുകി, കാരണം അപ്പോൾ അതൊക്കെ കഴുകി ഷെഡൊക്കെ കഴുകി പോകുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. കാരണം ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ആ കാലഘട്ടം വളരെ ആപ്റ്റായിട്ട് ദിലീഷ് പോത്തനെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. അതുതന്നെയാണ്
അപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് ഇവിടെ നാട്ടിൻപുറത്തിലെ കാര്യങ്ങൾ അദ്ദേഹം വളരെ കീനായിട്ട് ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നൊരു നല്ലൊരു നടനെ കൂടി കൈ കിട്ടുമ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മനോഹരമായത് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല ഈ സിനിമ എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചെടുക്കുകയാണെങ്കിൽ മോഹൻലാൽ എത്രയോ പേരും ഇവിടെ അടിപൊളിയായി നിൽക്കുന്ന നമ്മുടെ LJPനൊക്കെ ചെയ്തപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാണ്ട് പോയി. അപ്പോൾ അതൊരു പേടി നമുക്കില്ലായില്ല. കാരണം മോഹൻലാൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ സിനിമകൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെ അന്നുണ്ടായി ഇല്ല. കാരണം LJP എന്ന് പറഞ്ഞ ആൾ മമ്മൂട്ടി ചെയ്തപ്പോൾ അത് അതിഗംഭീരം പല മേഖലകളും തകർത്തെറിഞ്ഞു. പക്ഷേ മമ്മൂട്ടി ചെയ്തപ്പോൾ അത് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മോഹൻലാൽ ചെയ്തപ്പോൾ അതെന്തോ ഒരു കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദിലീഷ് പോത്തനായിട്ട് വരുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള പ്രശ്നം വരില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതിലും ഇരിക്കും എന്ന് വിശ്വസിക്കാം. അതായത് പടം നന്നാവട്ടെ, നന്നായി വരട്ടെ. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നല്ലൊരു സിനിമ ഉണ്ടാവുകയാണെങ്കിൽ കാണാൻ നമ്മളെപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നെടുങ്കണ്ടം മിറാക്കിൾ ഒരു മലയാള സിനിമയുടെ തന്നെ നല്ലൊരു മിറാക്കിളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവരും നല്ലൊരു ക്രൂ ഒക്കെ തന്നെയാണ്. അപ്പോൾ ദിലീഷ് പോത്തനാണ് കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ഡയറക്ഷനിലേക്ക് കടക്കുന്നു. അപ്പോൾ നല്ല അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും ഈ സിനിമ കാണാൻ നിങ്ങളെപ്പോലെ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ലൊരു സിനിമയായി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ മറ്റു അപ്ഡേറ്റുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ വളരെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും ടേക്ക് കെയർ. നല്ലപോലെ ഫുട്ബോൾ കാണുക, എൻജോയ് ചെയ്യുക, പരസ്പരം ചളി വരുത്തിരിക്കാതിരിക്കുക. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ ബൈ, സി യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ, സി യു, സ്റ്റേ ട്യൂൺ.